കഴിഞ്ഞ ദിവസം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ട്, ഒരു മസ്തിഷ്ക ശസ്ത്രക്രിയ നടത്തുന്നു. രോഗി ജൂനിയർ NTRന്റെ സിനിമയിലെ തമാശ രംഗങ്ങളൊക്കെ കണ്ട് രസിക്കുന്ന ഒരു വാർത്ത നമ്മൾ തന്നെ പങ്കുവച്ചാണ്. ഇതാ വീണ്ടും അതുപോലൊരു സർജറി. പക്ഷേ ഇത്തവണ രോഗി ഓടക്കുഴൽ വായിച്ച് കിടക്കുകയാണ്. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്. ശ്രീധര, തലയിലൊക്കെ എന്തെങ്കിലും ഒരു സർജറി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ ആശങ്കയും പേടിയൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷേ അതാണ് നമ്മളിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കാണുന്നത്. ഇപ്പോൾ ഗിറ്റാർ വായിക്കുന്നവരൊക്കെ കണ്ടിട്ടുണ്ട് ഇതേപോലെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. ഇതെങ്ങനെയാണ് ഈ രോഗി എങ്ങനെയാണ് പിന്നെ ഇതിനെ അതിജീവിച്ച് കടന്നു വന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു ആത്മബലം എങ്ങനെ, ഡോക്ടർമാരെങ്ങനെ ഇതിന് കളമൊരുക്കി? ദിവിഷേട്ട, ഇത് എവേക്ക് ക്രണിയോട്ടോമി സർജറി എന്നാണ് ഇതിനെ പറയുക. തലച്ചോറിൻ്റെ നമ്മുടെ ഈ ക്ഷമത ഉൾപ്പെടുന്ന ആ ഭാഗത്ത് നടത്തുന്ന സർജറിയാണിത്. എന്നാൽ ഈ സമയത്ത് ഈ സർജറി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആള് ബോധം കെടാനും ഒന്നും പാടില്ല. അതിനു വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ നിന്ന് കണ്ടു ജൂനിയർ NTRന്റെ സിനിമയിലെ കോമഡി രംഗങ്ങളൊക്കെ കണ്ട് സർജറിയിൽ നടത്തുന്നത്. അതുപോലെ അതിന് സമാനം തന്നെയാണ് ഇതിപ്പോൾ കോലാപൂരിലാണ്, അതായത് മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ സിദ്ധേശ്വര സ്വാമി ആശുപത്രിയിലാണ് ഈ സർജറി നടന്നത്. ഇതിനു മുൻപും ഇത്തരം അതിസങ്കീർണമായിട്ടുള്ള സർജറികളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഏതായാലും ഈ രോഗി അത് ഒരു സൈഡിൽ ഓടക്കുഴൽ വായിക്കുന്നു, മറു സൈഡിൽ സർജറി നടക്കുന്നു. അവിടെ പാലുകാച്ചൽ ഇവിടെ കല്യാണം എന്നൊക്കെ പറയുന്ന പോലെ ഇത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ ലളിതമായി ചെയ്യുന്നു എന്നുള്ളത് കൂടി നമുക്കിതിൽ പറയണം. ഏതായാലും മനസാന്നിധ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാന കാര്യം. ഏത് ചികിത്സ ചെയ്യാവട്ടെ അതിൽ മനസാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇത്തരം കാര്യങ്ങൾ നൽകുന്നുണ്ട്. ഏതായാലും ആ രോഗി വളരെ ശാന്തനായി ഓടക്കുഴൽ വായിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതിലേറ്റവും പ്രധാന കാര്യം അദ്ദേഹം മയങ്ങിപ്പോകരുത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് ഓടക്കുഴൽ വായിക്കാൻ അറിയാം. അപ്പോൾ ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ ഓടക്കുഴൽ നൽകുകയും അത് വായിച്ചോളാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ഏതായാലും ഈ ശസ്ത്രക്രിയയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയായി. അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരി, എന്തായാലും ഇത്തരത്തിൽ കാഴ്ച നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു കൗതുകമാണ് പ്രേക്ഷകനുമായി പങ്കുവച്ചത്. ശരി ശ്രീധര, അപ്പോൾ ഇന്ന് ഒരുപാട് വ്യത്യസ്തമായ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ ലോകം ചുറ്റിയ യാത്ര, ഒപ്പം KSRTCയുടെ വളരെ സിമ്പിൾ ടൂർ പാക്കേജ് ഒക്കെ ക്ലിക്കാവട്ടെ, എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ